ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റൂം മേക്ക് ഓവർ വീഡിയോ ആണ്. മോറോവർ ഒരു ക്ലീനിങ് വീഡിയോ ആണ്. പ്ലസ് ഈ ഒരു ഷെൽഫാണ് നമ്മൾ മെയിനായിട്ട് മേക്ക് ഓവർ ചെയ്യുന്നത്. ഷെൽഫ് നേർക്ക് നോക്കി വെച്ചോ, ഇതാണ് ഷെൽഫ്. പിന്നെ പെയിൻറ്റ് വാങ്ങണം. നമ്മൾ ഈ ഷെൽഫിനൊന്ന് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പൈനട്ട് എന്ന് പറഞ്ഞ കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായത്. ഒരു 1 ലിറ്ററിൻ്റെ ടിന്ന് ഒരു ക്യാന് ഫുള്ളായിട്ട് വാങ്ങിയിട്ടുണ്ട്. അത് 1 ലിറ്റർ ആണ് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു, ഹാഫ് ലിറ്റർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 1 ലിറ്റർ എടുത്തത്. പിന്നെ നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്യണം, ഡയറക്റ്റ് അങ്ങ് അടിക്കാൻ പാടില്ല. പെയിൻറ്റും തിന്നറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുക. 1/4 ഭാഗം തിന്നറും 3/4 ഭാഗം പെയിൻറ്റ് എന്നുള്ള പ്രൊപ്പോർഷനിൽ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ക്ലീൻ ചെയ്തിട്ടുള്ള പഴയ ഒരു വടീൻ്റെ കഷ്ണം എടുത്തിട്ടാണ് ഞാൻ ഇപ്പം മിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ബ്രഷ് വാങ്ങിയിട്ടുണ്ടായിന് നമ്മൾ പെയിൻറ്റ് ഷോപ്പിൽ പോയപ്പോൾ. പെയിൻറ്റ്, തിന്നർ, ബ്രഷ്, ക്ലീനിങ് ക്ലോത്ത്, വേസ്റ്റ് എന്നാണെന്ന് തോന്നുന്നു അതിന് പറയാം, ക്ലോത്തിന്. അപ്പോൾ അത്രയും സാധനങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായത്. ഒരു അറൗണ്ട് 500 ആയിട്ടുണ്ടായിന്. എന്നിട്ട് നമ്മൾ മാറ്റ് ഫിനിഷിലുള്ള പെയിൻറ്റാണ് വാങ്ങിയിട്ടുള്ളത്. മാറ്റ്, ഗ്ലോസി, ഇങ്ങനെ 2 രീതിയിൽ വരുന്നുണ്ട് പെയിൻറ്റ്സ്. അപ്പം മാറ്റ് ആണ് ഞാൻ വാങ്ങിയത്. എന്നിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. താഴെ പഴയ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്, എന്നാലും നല്ലോണം നിലത്തിട്ടിട്ടുണ്ടതിന്. അത് വയ്യ നമുക്ക് തിന്നർ യൂസ് ചെയ്തിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പം നല്ലൊരു പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്ത് പെയിൻറ്റ് അടിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. സുഖമുള്ള ഏർപ്പാടാണ്. പിന്നെ ഒരു തെറാപ്യൂട്ടിക്കലായിട്ട് ഫീൽ ചെയ്ത് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. ഞാനിങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ചെറിയ ബ്രഷിൽ നമ്മൾ ക്യാൻവാസിലൊക്കെ വരക്കുന്ന തന്നെ ആ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സ്പേസിലൊക്കെ ഇങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷെൽഫിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. ഷെൽഫിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, പഴയ ഒരു ഷെൽഫാണ്. എൻ്റെ ഉമ്മാൻ്റെ കല്യാണ സമയത്തുള്ള ഷെൽഫാണ്, ഉമ്മാൻ്റെ റൂമിലുണ്ടായ ഷെൽഫാണ്. ഈ ഒരു ഷെൽഫ് എന്ന് പറഞ്ഞാൽ അളക്കൊല്ലിയാണ്. 2 പ്രാവശ്യം എൻ്റെ അനിയത്തിനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടായിന്. അത് നേരെ വന്ന അവളെ മേത്ത് വീണിട്ട് അതിൻ്റെ അടിയിൽ പെട്ടു പോയിട്ടുണ്ടായിന്. അവൾ ചെറുതേനു. അപ്പം അതിന് ശേഷം പിന്നെ ഇതിൻ്റെ അകത്തൂടെ ആണി അടിച്ചിട്ട് അതിനവിടെ തളച്ച്, നമ്മൾ യക്ഷിനൊക്കെ തിളക്കില്ല അതുപോലെ തളച്ച് വെച്ചിട്ടില്ല ആ ഷെൽഫ്. അതുകൊണ്ട് അവിടെ നിന്ന് അനങ്ങൂല കേട്ടോ. പിന്നെ മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള പെയിൻറ്റ് കണ്ടമാന സാമാനങ്ങളിലൊക്കെ അടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പഴയൊരു കസേര ഉണ്ടായിന്, അതിലടിച്ച്. പിന്നെ കുറച്ച് ജ്വല്ലറി ബോക്സ് ഉണ്ടായിന്, അതിലൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്ലീൻ ചെയ്യണം. നമ്മൾ തിന്നർ യൂസ് ചെയ്തിട്ട് ഈ ഒരു വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ഇത് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നിലത്തുള്ള വേസ്റ്റല്ല പെയിൻറ്റൊക്കെ പോകട്ടോ. പിന്നെ കയ്യിലായ പെയിൻറ്റ്സും ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ തിന്നറും ഈ ഒരു ക്ലോത്തും വെച്ചിട്ട് കൈമേലെ പെയിൻറ്റും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ചെരുപ്പിടാത്തതുകൊണ്ട് എൻ്റെ കാലിൻ്റെ അടിയിൽ നല്ലോണം പെയിൻറ്റ് ആയിന്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതും നല്ലോണം ക്ലീൻ ചെയ്തെടുത്ത് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഡേ ആണ് പിന്നെ ബാക്കി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായത്. രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. തൊട്ട് കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് കുറച്ച് നടുവേദനയും കാലുവേദനയൊക്കെ സീനുണ്ടായിന്, കാരണം നല്ല അധ്വാനം ഉണ്ടായിന്. ചെറിയ അധ്വാനമല്ല. മൊത്തത്തിലൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും 3 ദിവസം റെസ്റ്റ് ഇല്ലാതെ മാതിരി ഫീൽ ചെയ്യുന്നു. വീട് പണിയും എല്ലാം ഉണ്ടല്ലോ, വീട്ടിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിനിറങ്ങുന്നത്. ഇനിയിപ്പം ഈ ഒരു ബെഡ് ഇത് ക്ലീൻ ചെയ്യണം. ഇതിൽ ഞാൻ എന്താ പറയുക, എനിക്ക് ചില സാധനങ്ങൾ ഇതവിടെ വെക്കേണ്ടതെന്ന് തരില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവെക്കും. അങ്ങനെ വെക്കുന്ന ഒരു കട്ടിലാണ്. അതെനിക്ക് ശീലമായിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ നമ്മൾ അലക്കിക്കൊണ്ട് വന്ന ഡ്രസ്സൊക്കെ പെട്ടെന്ന് ഒരു സ്ഥലത്ത് വെക്കണമെങ്കിൽ ഞാൻ ഇവിടെ വെക്കുക, പിന്നെ സമാധാനത്തിൽ മടക്കിയെടുക്കും. അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു ബെഡാണിത്. അപ്പോൾ അതിനെ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് മൊത്തത്തിൽ. പിന്നെ എനിക്ക് റൂം മേക്ക് ഓവറിന് വേണ്ടിയിട്ട് ഒരു ആസ്തറ്റിക് ബെഡ്ഷീറ്റ് വേണമെന്ന് പറഞ്ഞപ്പം എൻ്റെ അമ്മായി കൊണ്ടുത്തന്ന ഒരു ബെഡ്ഷീറ്റാണിത്. എൻ്റെ അടുത്ത് പഴയ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട്, നീ സ്വന്തമായിട്ട് എടുത്തോ പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുത്തന്നതാണ്. പിന്നെ ഈ ടീപ്പോയി, ഇത് ഞാൻ ഇതും കൂടി മേക്ക് ഓവർ ചെയ്യണമെന്നാണ് ശരിക്കും ആഗ്രഹിച്ചത്. ഇതിനും വൈറ്റ് പെയിൻറ്റ് അടിക്കണം, ആ ഒരു ഓഫ് വൈറ്റ് പോലത്തെ. അപ്പം എൻ്റെ ബ്രദർ വന്നപ്പം പറഞ്ഞു, എന്തിനാ മരത്തിനെ നശിപ്പിക്കുന്നത്, മരത്തിൻ്റെ ഭംഗിയിൽ കാണാനേ രസമെന്ന്. പിന്നെ ഒരു ഡീമോട്ടിവേഷൻ ആയില്ലേ, പിന്നെ ഞാൻ അടിച്ചിട്ടില്ല. പിന്നെ എനിക്ക് കൺഫ്യൂഷനായി അടിക്കണോ വേണ്ടിയോ. ഗൈസ് നിങ്ങൾ പറ, ഇതിന് വൈറ്റ് പെയിൻറ്റ് അടിക്കണോ, എന്താണ് ആ ഒരു പെയിൻറ്റ് ബാക്കിയുണ്ട്, ഇതിന് അടിച്ചതിന് രസം ഉണ്ടാവോ എന്നുള്ളത്. എന്തായാലും ഒന്ന് മൊത്തത്തിലൊന്ന് വെള്ളം മുക്കിയിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് അങ്ങ് സൈഡിലേക്ക് എടുത്ത് വെക്കുന്നതാണ്. പിന്നെ കുറേ സാധനങ്ങൾ വെക്കാനുണ്ട്. എന്താ പറയുക, പിള്ളേരുണ്ടാകുമ്പം കുറേ ഐറ്റംസ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ടാവും. ഇത് കളയാനോ ഒക്കത്തില്ല, വെക്കാനോ ഒക്കത്തില്ല, കുറേ സ്ഥലം മുടങ്ങുകയും ചെയ്യും. മാക്സിമം സാധനങ്ങളൊക്കെ ഒഴിവാക്കി, എന്നാലും കുറേ സാധനങ്ങളുണ്ട്. എല്ലാം കൂടെ ആ ടീപ്പോയിൽ സെറ്റ് ചെയ്ത്. പിന്നെ ബാഗ്സ് തന്നെ കുറേ ഉണ്ട്. പഴയ ബാഗ്, പുതിയ ബാഗ്, ചെറുത് വലുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷെൽഫ് എത്ര നമ്മുടെ ഷെൽഫ് വാങ്ങുക. ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാം എവിടെ വെക്കുക, അത്രമാത്രമൊന്നും ഇല്ല. നിങ്ങൾ പറയുന്നതൊക്കെ വെച്ചിട്ട് എനിക്ക് കുറേ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ഇതന്നെ LKG എടുക്കുന്ന ബാഗാണ്. അപ്പോൾ അതിപ്പോൾ മദ്രസയിലേക്ക് എടുക്കുന്നത്, അത് വാങ്ങണം. അത് മോശമായിട്ടുണ്ട്, ഓൺലൈനിൽ ഓർഡർ ചെയ്യണം. അപ്പോൾ അത്, പിന്നെ ലാപ്ടോപ്പിൻ്റെ ബാഗ്, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ മൊത്തത്തിൽ
അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു ടീപ്പോയിൽ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്തേ. പിന്നെ ഇത് എൻ്റെ മോളെ പ്രസവിച്ച ആ ഒരു ടൈം എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആരെ കൊണ്ടുത്തന്നെന്ന് ഓർമ്മയില്ല, ആ സമയത്ത് ആരും തന്നതാണ്. അപ്പോൾ അതിലാണ് ഞാൻ എൻ്റെ ഇവളെ യൂണിഫോം കാര്യങ്ങൾ, പിന്നെ ഈ സ്കൂളായിട്ട് ബന്ധപ്പെട്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അതിൽ വെക്കുക. ഷോക്സ്, ഷൂസ്, അങ്ങനെ ഷൂസല്ല സോറി, നമ്മളെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ, സിമ്മി, അതൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതവിടെ പൂട്ടി വെക്കുന്നുണ്ട്. ഇത് LKG മുതൽ ഈ ഒരു ബോക്സ് അതിനായിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി. ഇപ്പം അവൾ 2nd സ്റ്റാൻഡേർഡിലാണ്. പിന്നെ ഈ ഒരു ടേബിളിൽ മൊത്തം സാധനങ്ങളാണ്. കുറേ കളേഴ്സ് ഉണ്ട്, പെൻസിൽ കളർ, ക്രയോൺസ്, സ്കെച്ച്, ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു മറ്റേ മൊത്തത്തിൽ വരുന്നൊരു സാധനമില്ല ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നത്, ആ സാധനം ഇവൾക്ക് ഉണ്ടായി. അത് മൊത്തം പൊളിച്ചടക്കിയിട്ട് പല ഭാഗത്താക്കിയിട്ട് വീടിൻ്റെ എല്ലാ കോർണറിലും ഈ കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് മൊത്തം പെറുക്കിയെടുത്തിട്ടൊരു പാത്രത്തിലിടൽ വലിയ ടാസ്ക്. അത് ഇതിലുള്ളത് ഇനി ഇതിനെ സോർട്ട് ഔട്ട് ചെയ്ത് വെക്കണം. അപ്പം അതെല്ലാം വലിയ ടാസ്ക് ആയതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ആ ഒരു ബോട്ടിൽ കുത്തിക്കയറ്റിയിട്ടുണ്ട്. 2-3 പാത്രത്തിലായിട്ട് ഇത് മൊത്തം സെറ്റ് ചെയ്ത് ആടെ വെച്ച് വേണമാകുമ്പോൾ അവൾ സോർട്ട് ചെയ്തെടുക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ സ്കൂളിൽ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളാണ്. അത് അതുപോലെ ആ ബാഗിൽ തന്നെ ഉണ്ട്, പൊതി വരെ ഇട്ടിട്ടില്ല. ഇത് സ്കൂൾ റീ ഓപ്പണിങ്ങിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം അത് അതുപോലെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പൊതിയിടണം, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ കൂടുതലും എൻ്റെ ബുക്സാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളത് എൻ്റെതാണ്. ഇത് അവൾക്കായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇതിപ്പം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള നോട്ട്സാണ്. ഇതിൽ എല്ലാം ഞാൻ ഹാൻഡ് റിട്ടൺ ചെയ്ത നോട്ട്സാണ്. ക്ലാസ് കേൾക്കുമ്പം അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്തെടുത്ത നോട്ട്സാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വത്ത് പോലെ നോക്കുന്ന നോട്ട്സാണെന്ന് പറയാം. ഒരു വർഷത്തോളം ഇരുന്ന് നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നോട്ട്സ് എന്ന് പറയുമ്പോൾ അത് എനിക്ക് ഭയങ്കര കാര്യമായിട്ട് ഞാൻ സൂക്ഷിച്ചെടുത്ത് വെക്കുന്നതാണ്. പിന്നെ ഈ ഒരു ഡിക്ഷണറി നിങ്ങൾക്ക് 90s കിഡ്സൊക്കെ ആണെങ്കിൽ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരിക്കും. നമ്മളൊക്കെ ഒരു ഡിക്ഷണറി നോക്കിയിട്ടാണ് ഓരോ വേർഡ്സിൻ്റെയും അർത്ഥം നോക്കിയിട്ടുണ്ടായിട്ടുണ്ടായത്. പണ്ടൊക്കെ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പം സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആയാലും ബാക്കിയുള്ള സബ്ജക്റ്റിലായാലും നമ്മൾ ഈ ഒരു ഡിക്ഷണറി വേണം ഡിപ്പെൻഡ് ചെയ്യാൻ. അതിലെല്ലാ വേർഡ്സും ഇൻക്ലൂഡഡ് അല്ല. അപ്പം ചില വേർഡ്സിൻ്റെ മീനിങ് ഒന്നും ഈ ഡിക്ഷണറിയിലേ ഉണ്ടാവില്ല. അന്നേരത്തുള്ള ഒരു കഷ്ടപ്പാട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു കഷ്ടപ്പാടൊന്നും ഇല്ല. ഒന്ന് ഗൂഗിൾ ചെയ്യുക, ഒന്ന് യൂട്യൂബ് നോക്കുക. ഒരാഴ്ച അല്ല, ഒരു മാസം ലീവായാലും കുഴപ്പമില്ല. ഒന്ന് യൂട്യൂബിൽ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ക്ലാസ് നമുക്ക് തിരിച്ച് കിട്ടി. ആ സമയത്ത് നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പോയി ചോദിച്ചാൽ ഒന്നും മനസ്സിലായിട്ടില്ല അടി എന്ന് പറയും. നമ്മൾ ലീവായതുകൊണ്ട് അവർ ക്ലാസ്സിലിരുന്നിട്ടും അവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ചിലർ പറഞ്ഞു തരാനുള്ള മടി കൊണ്ടും പറഞ്ഞു തരൂല കേട്ടോ. നമ്മൾ ടോപ്പായേക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ. അപ്പം അതൊക്കെ പഴയ ഒരു കാലം. എനിവേ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ മെസ്സുണ്ട്. ഇതും ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ എന്നിട്ട് ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുകളിലത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു താഴത്തെ ഈ ഒരു തട്ടില്ലേ ഇവിടത്തേക്ക് മാറ്റുക. മുകൾ ഭാഗം മൊത്തമായിട്ട് മോൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളൊരു ഡിസിഷനിലാണ് ഉള്ളത്. പിന്നെ കുറേ എഴുതി പഠിച്ച കുറേ നോട്ട്സ് ഉണ്ട്. അത് വേണ്ട, കുറേ റഫ് നോട്ടാണ്, അതൊക്കെ കളയുന്നതാണ്. നെറ്റിൻ്റെ സമയത്ത് ഉണ്ടാക്കിയ നോട്ട്സ് തന്നെ, പക്ഷെ അത് റഫ് നോട്ടാണ്. ഞാൻ എഴുതി പഠിച്ച് ചെയ്ത് പഠിച്ച് അങ്ങനത്തെ സാധനങ്ങൾ അതൊക്കെ ഇവിടെ ഉണ്ട് അത്ര. ഇപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത്. പിന്നെ ഒരു ബാലരമ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഈ ഒരു എക്സാം ബോർഡ് മോളതാണ്, LKG മുതലേ ഉള്ളതാണ്. യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമുണ്ട്. നിങ്ങൾ എന്നെ കമന്റ് ചെയ്യും. നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്. പുതിയ വാങ്ങിക്കണ വണ്ടിയോ എന്താ കോട്ട വരെ മാറ്റുന്നുണ്ടല്ലോ. അപ്പൊ വേഗം മാറ്റിട്ട് കുഴപ്പമില്ല. എക്സാം ബോർഡൊക്കെ മാറ്റണ്ടേ? നോക്കാം കമന്റ് ചെയ്യല്ലോ എല്ലാവരും. ഇനി ഇതാ വേറൊരു നൊസ്റ്റാൾജിക് ബാലരമ. ഇത് പഴയതൊന്നല്ല, ഇത് ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ മോൾക്ക് എന്ന് പറഞ്ഞിട്ട് വാങ്ങുക. ഓള് വായിക്കാനൊന്നും പഠിക്കാനൊന്നും ആയിട്ടില്ല. അക്ഷരങ്ങൾ കൂട്ടി റീഡ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. എനിവേ ഞാനതും വാങ്ങി വെച്ചിട്ടുണ്ടായിന്. എനിക്കിഷ്ടമാണ് ബുക്സ് വായിക്കാൻ. അപ്പോൾ പുറത്ത് ചെറിയ മഴയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പഴയ കാര്യം ഓർക്കുന്ന. ഞാൻ ചെറുതായപ്പോൾ മദ്രസിലൊക്കെ പഠിക്കുന്ന സമയത്ത് മദ്രസിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കാറ്റും മഴൻ്റെ സമയത്ത് പോയിട്ട് ഇതുപോലെ ബാലരമയും ബാലഭൂമിയൊക്കെ കളക്ട് ചെയ്ത് വന്ന ഒരു ദിവസം ഉണ്ടായിന്. ആ ഒരു കാലഘട്ടത്തേക്ക് പെട്ടെന്നൊരു ഫ്ലാഷ് ബാക്ക്. ബാലരമൊക്കെ കാണുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു മെമ്മറി ഇങ്ങനെ മിന്നി മറിയൂലേ, അതുപോലെ വന്നു പോയത് എനിക്ക് ആ ഒരു ഓർമ്മ. എനിവേ നമ്മൾ ഡെസ്കും ആ ഒരു സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ കുറച്ച് എസ്തറ്റിക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെടികൾ സെറ്റ് ചെയ്യണം. ഇത് ഞാൻ നോക്കാണ്ട് അവിടെ മൂലക്ക് ഇട്ടിട്ടുള്ള ചെടിയാണ്. ഞാൻ ആശിച്ച് മോഹിച്ച് വാങ്ങിക്കൊണ്ടാന്നാണ് ഈ ഒരു എന്താ പറയുക, യെസ്, മോൺസ്റ്റെറ പ്ലാന്റ്. ഇതിൻ്റെ പേരൊക്കെ ആ സമയത്ത് എനിക്കറിയാൻ, ഇപ്പം എല്ലാ പേരും മറന്നു പോയിട്ടാ. ഞാൻ ആ ഒരു ഡിപ്രഷൻ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പം അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണ് പ്ലാന്റിങ്.
അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ അവർ ഒന്നും ചെയ്യാനില്ല, വീട്ടിൽ കൊറോണേൻ്റെ സമയമാണ്, പിന്നെ എൻ്റെ മെൻ്റൽ ഹെൽത്തും നല്ല ഡൗൺ ആണ്. അപ്പം ഞാനിങ്ങനെ പ്ലാൻസ് വാങ്ങാൻ വിചാരിച്ചു, എന്തിലെങ്കിലും എൻഗേജ്ഡ് ആയിട്ട് ഉണ്ടാവണം എന്നുള്ളത് അറിയാം. അതുകൊണ്ട് പിന്നെ പ്ലാൻസ് വാങ്ങി. ഫസ്റ്റ് സ്റ്റേജ് അതേനും ഞാൻ ഫസ്റ്റിൽ നെറ്റൊക്കെ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ പ്ലാൻസിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. പിന്നെയാണ് ഒരു മെൻ്റൽ ഹെൽത്ത് കുറച്ച് റെഡി ആയതിന് ശേഷമാണ് പഠിക്കാനൊക്കെ ഇരിക്കാൻ തുടങ്ങി. അപ്പം സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിൽ തന്നെയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്ലാൻസ് നോക്കുന്നത് ശരിക്കും ഒരു തെറാപ്പി തന്നെയാണ്. പിന്നെ ഞാൻ ജോലിയെല്ലാം കിട്ടപ്പം ഞാൻ വല്ലാതൊരു സാധനം തന്നെ, ഞാൻ ഇവരെ മറന്ന്. പിന്നെ എൻ്റെ പ്ലാൻസ് മൊത്തം എടുത്തിട്ട് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ വൈഫിന് കൊടുത്ത്. അതിൽ ഈ മോൺസ്റ്റാർ മാത്രമാണ് ഞാനിവിടെ ബാക്കി വെച്ചത്. പിന്നെ ഈ കൂടെ ഉള്ള ഈ ഒരു പ്ലാന്റ്, അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. മോൺസ്റ്റേറിൻ്റെ കൂടെ വെച്ചിട്ടുള്ള ആ പ്ലാന്റ്. പിന്നെ ഇത് രണ്ടുമാണ് എൻ്റെ അടുത്ത് ബാക്കിയായിട്ടുണ്ടായത്. രണ്ടാളും സർവൈവേഴ്സാണ്. സർവൈവേഴ്സ് തന്നെ വിളിക്കണം. ഞാൻ അത്രയും നോക്കാണ്ട് അങ്ങനെ മൂലക്ക് വല്ലപ്പോഴും വെള്ളം ഒഴിച്ച് വാടുന്ന കാണുമ്പോൾ വെള്ളമൊഴിക്കും, പിന്നെ തിരിഞ്ഞ് നോക്കൂല, അങ്ങനെ നോക്കിയെടുത്തിട്ടുണ്ടായ പ്ലാന്റാണ്. അതായത് അത്രയും. പിന്നെ ഇത് റീപോർട്ട് ചെയ്യാനും എല്ലാം സമയം കുറേ കഴിഞ്ഞ്, എന്നാലും അത് സർവൈവ് ചെയ്ത് ഇത്ര നാളും നിന്ന്. ഇനിയിപ്പം അതിനങ്ങനെ വെച്ചതിന് ശരിയാവില്ല, അവർക്ക് പുതിയ ചട്ടിയിലേക്കെല്ലാം മാറ്റണം. പക്ഷേ ഇപ്പം എൻ്റെ അടുത്ത് അതിനെല്ലാം ഒരു വകുപ്പില്ല. പുതിയ ചട്ടി വാങ്ങാനും വെക്കാനും നോക്കാനൊന്നും സമയമില്ല. അപ്പോൾ ഉള്ള പ്ലാന്റിൽ തന്നെ ഒന്നും കൂടെ റീപോർട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പുതിയ ചെടികൾ വന്നിട്ടുണ്ട്. ഞാൻ ബ്രദറിൻ്റെ വൈഫിന് കൊടുത്ത ചെടികളില്ലേ, അവർക്കൊക്കെ മക്കളും മക്കളൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ പേരമക്കളൊക്കെ ഞാനിങ്ങനെ തിരിച്ച് വാങ്ങി. ഞാൻ ചോദിച്ച്, ഞാൻ തന്ന ചെടികളുടെ മക്കളുണ്ടാവില്ല സൈഡിലിങ്ങനെ വളർന്നു വന്നേ, അവർ തരുമോയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ അമ്മായി വരുമ്പം കൊണ്ടു തന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ പോട്ടിലേക്ക് മാറ്റി നടുന്നുണ്ട്. കുറേ മണ്ണ് നിറച്ച പോട്ട്സ് ഉണ്ട് എൻ്റെ അടുത്ത്. ആ സമയത്ത് കുറച്ച് അധികം പോട്ട്സ് ഞാൻ ഓഫർ റേറ്റിലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിന്. അത്രയധികം ചെടികൾ എൻ്റെ അടുത്ത് ഉണ്ടായിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പിന്നെ ഈ ഒരു മോൺസ്റ്റേറൊക്കെ ഇവിടെ സൈഡിൽ നിന്നൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പം അത് ആ മണ്ണിൽ തന്നെ വെച്ച് അതിൻ്റെ കൂടെ ബാക്കി കട്ട് ചെയ്തെടുത്തതെല്ലാം നട്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത്. പിന്നെ മൊത്തം ഇവിടെ ഓൾറെഡി മഴവെള്ളം നല്ലോണം വന്ന് വീണുകൊണ്ട് ആ ഒരു ഏരിയ ഭയങ്കര മെസ്സിയാണ് ഓൾറെഡി. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയ മെസ്സും കൂടി ഉണ്ടായിന്. അതൊന്ന് ക്ലീൻ ചെയ്ത് നമ്മളെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത്. പിന്നെ ഓൾറെഡി മീഷോന്ന് വാങ്ങിയൊരു ജൂട്ടിൻ്റെ പ്ലാന്റ് പോട്ട് ഉണ്ടായിന്, അതിലേക്ക് ഞാൻ ഈ ഒരു ചെടി സെറ്റ് ചെയ്ത്. പിന്നെ ടേബിളൊക്കെ ഒന്ന് ഡെസ്ക് ഒന്ന് സെറ്റ് ചെയ്ത്. പിന്നെ നമ്മളെ മോൺസ്റ്റേറിനെ ഇപ്പോഴത്തെ ഒരു സൈഡിൽ വെച്ച് അങ്ങനെ മൊത്തത്തിലൊന്ന് അറേഞ്ച് ചെയ്ത്. ഭയങ്കര ആസ്തറ്റിക്കൊന്നല്ല, ഒരു ക്ലീൻ ആൻഡ് നീറ്റാക്കിയിട്ട് സെറ്റ് ചെയ്ത് അത്ര തന്നെ. അപ്പം മൊത്തത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയണേ. പിന്നെ ഇനി ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3rd ഡേ ആണ് കേട്ടോ. ഈ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മെമ്മറി കിറ്റ് എന്ന് പറയാം. എൻ്റെ കുറേ പഴയ ഓർമ്മകളില്ല ഒരു കിറ്റാണത്. എനിക്ക് 7th നിന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്ന ഒരു കാർഡാണ് ഞാനിപ്പോൾ അവിടെ കൊണ്ടുവച്ചത്. പിന്നെ ഇത് നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടായത് തീർന്നു പോയ ക്ലിപ്പ് കുറച്ച് സ്പീഡായിപ്പോയി, സോറി. പിന്നെ ഓരോരോ ഫ്രണ്ട്സ് ആണ് കാർഡ്സാണിത്. +2 നമ്മളിങ്ങനെയാണ് കേട്ടോ. ബർത്ത്ഡേക്ക് ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് കഴിഞ്ഞാൽ 12 ഫ്രണ്ട്സിൻ്റെക്ക് 12 ഫ്രണ്ട്സും കാർഡ് കൊടുക്കും. അങ്ങനെ ഒരു 10-12 കാർഡായിട്ടാണ് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയ കുറേ കാർഡാണ് അതൊക്കെ. പിന്നെ ആ സമയത്ത് ഇങ്ങനത്തെ കുറേ കാർഡ് ഇതൊന്നും ഇപ്പോൾ കാണാനില്ലല്ലോ, ഇല്ല. ഇപ്പോൾ ഇതൊന്നല്ലല്ലോ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇത് പിന്നെ അന്നേരം എടുത്ത് വെച്ചിട്ട് പിന്നെ എൻ്റെ മോളെ ഇത് ബാക്കിയായത് ഭാഗ്യമാണ് കേട്ടോ. അവളെടുത്ത് കളിക്കലോ ആക്കലെല്ലാം ഉണ്ടായിനെടുക്ക്. പിന്നെ ആ ഒരു ലൈഫിൻ്റെ ഒരു തിക്കും തിരക്കും എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലെടുക്ക് പിന്നെ കെയർ ചെയ്യുകയൊന്നും ചെയ്യില്ല. പക്ഷെ അവളോട് ഞാൻ പറഞ്ഞു, ഉമ്മാൻ്റെ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളാണ്, കളയരുത്, നോക്കിയിട്ട് അതിൽ തന്നെ വെക്കണം എന്ന് പറയും. അപ്പോൾ അവളെടുത്ത് നോക്കും. ഞാൻ നോക്കുന്നതിനേക്കാളും കൂടുതലും അവൾ ഇതെടുത്ത് നോക്കുന്നുണ്ട്, എന്നിട്ട് തിരിച്ച് വെക്കും. അങ്ങനെ ഇതെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് തന്നിട്ടാ, ബ്ലഡിൽ എഴുതിയിട്ട് ഉള്ളത്. അത്രയും സ്പെഷ്യലായിട്ടുള്ള ഫ്രണ്ട്ഷിപ്സൊക്കെ എനിക്ക് ഉണ്ട്, ഇപ്പോൾ ഉണ്ട്. മാഷാഅല്ലാഹ് ഇപ്പം കൊണ്ട് നടക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൈവിട്ടു പോയ കുറച്ചല്ല, ഒരു ഫ്രണ്ട് എന്ന് പറയാം. അങ്ങനെയും ഉണ്ട്. സം ഫ്രണ്ട്ഷിപ്സ് ആർ അങ്ങനെയാണ്. ചിലത് അങ്ങനെ നമ്മളെ കൈവിട്ട് പോകും, ചിലത് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ വർഷങ്ങളായിട്ടൊരു ഫ്രണ്ട് നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ ആ ഒരു എന്തായാലും നമ്മളെ ലൈഫിൽ ഫ്രണ്ട്ഷിപ്പിനൊക്കെ അത്രയും വാല്യൂ ഉണ്ട്. നമ്മൾ കുറേ എന്താ പറയുക, ജീവിതത്തിൻ്റെ ആ ഒരു തിരമാലയിൽ ഇങ്ങനെ അകപ്പെട്ടു പോകുന്ന സമയത്തൊക്കെ നമുക്ക് മുറുകെ പിടിക്കാൻ നമ്മളൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, ജഡ്ജ് ചെയ്യാതെ നമ്മളെ സക്സസ്സിൽ സന്തോഷിക്കുന്നതും നമ്മളെ സങ്കടങ്ങളിൽ സങ്കടപ്പെടുന്നതും ആ ഒരു കൈ പിടിക്കാൻ ഒരാൾ, കുറച്ച് ആൾക്കാർ എന്തായാലും എൻ്റെ ലൈഫിൽ അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് അത്രയും മനസ്സിൽ പ്രഷ്യസായിട്ട് കൊണ്ട് നടക്കുന്നതും എൻ്റെ ദുആസിൽ ഉൾപ്പെടുത്തുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാ ഫ്രണ്ട്ഷിപ്പ് എല്ലാവരും നമുക്ക് എപ്പോഴും ഒന്നിച്ചുണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല. ലൈഫ് ചേഞ്ചസ്
എന്താ പറയുക, വർഷങ്ങളിങ്ങനെ പോകും, ലൈഫ് ഇങ്ങനെ ചേഞ്ച് ആവും, ആൾക്കാർ ചേഞ്ച് ആവും. എനിവേസ് ഇതാണ് എൻ്റെ മെമ്മറി സാധനങ്ങളൊക്കെ. ഇത് കുറച്ച് ഫോട്ടോസാണ്. എനിക്ക് തന്നെ ഇഷ്ടമല്ല, ഭയങ്കര എന്താ പറയുക, ക്രിഞ്ച് അടിക്കുക ഇങ്ങനത്തെ ഇതിലുള്ള കുറച്ച് ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണോ നടന്നിട്ടുണ്ടായെന്നുള്ള ഒരു ഇതിൽ പണ്ടത്തെ ആ ഒരു 90s കിഡ്സിൻ്റെ ഒരു കോലം അതൊക്കെ. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു സാധനമാണ് ഇത്. അതുകൊണ്ടാണ് ഇത് ഞാൻ ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചത്. ഇതെൻ്റെ കോളേജിലെ ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. നമ്മൾ +2 ആ ഒരു സമയത്തുള്ള ഗിഫ്റ്റ് കാർഡ് പോലെയല്ല, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന കാർഡ് പോലെയല്ല. ഇത് അവരെല്ലാം കൂടെ എന്താ പറയുക, മേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായതാണ്. ഞാൻ കാണാണ്ട് ക്ലാസ് ടൈമിൽ തന്നെയൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് ഒട്ടിച്ച് വീട്ടിൽ നിന്നാണ് കേട്ടോ, വീട്ടിൽ നിന്ന് ഒരാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായതാണ്. പിന്നെ ഫോട്ടോസൊക്കെ ഇതിലുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഈ ഒരു സാധനം. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്നും പറയാം. കാരണം ഇതിൽ നമ്മളെ ഫോട്ടോസ് ഇരിപ്പുണ്ടായിട്ടുണ്ട് മെയിനായിട്ട്. എല്ലാ ഫ്രണ്ട്സും പ്രഷ്യസാണ്. പക്ഷെ ഇതിൽ ഫോട്ടോസ് ഉള്ളതുകൊണ്ട് എനിക്കിത് നോക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നൊരു എന്താ പറയുക, കോളേജിലേക്കൊരു പെട്ടെന്ന് പോയി വന്ന പോലെ ഒരു ഫീലാണ്. അപ്പോൾ അതും ഞാൻ നേർക്ക് എൻ്റെ ഡെസ്കിൻ്റെ താഴെടുത്ത് വെച്ചിട്ടാണ്. ഞാൻ താഴെയാണല്ലോ എൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താഴെ എടുത്ത് വെച്ച് മുകളിൽ ഫുള്ള് മോളെ ബുക്സ് കാര്യങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിച്ച്, മുകളിൽ മദ്രസയിലെ ബുക്സ്, സ്കൂളിലെ ബുക്സ് അങ്ങനെ. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് നമ്മളെ റൂം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച്.